പഠനകാലത്ത് ക്ലാസ് മുറിയുടെ ഏതോ ഒരു കോണിലേക്ക് ഒതുങ്ങിപ്പോയിരുന്ന അന്തർമുഖനായൊരു ചെറുപ്പക്കാരൻ. കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നായിട്ട് പോലും ഏതോ ഒരു കാലഘട്ടത്തിൽ അയാൾ വിപ്ലവത്തിന്റെ അനുയായിയായി. കാറ്റിൽ കെടാതെ പതിയെ തെളിഞ്ഞു വരുന്നൊരു വിളക്ക് പോലെ ആ വിരലുകളിൽ നിന്ന് വിപ്ലവ ഗീതങ്ങൾ പിറന്നു. വായിച്ചാൽ, കേട്ടിരുന്നാൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തീനാളങ്ങൾ ജ്വലിപ്പിക്കുന്ന അനേകം കവിതകൾ പിറന്നു. അക്ഷരങ്ങളാൽ കുതിച്ചു പായുന്നൊരു വിപ്ലവാശ്വം. ആ യാത്രക്കിടെയാണ് മൂർച്ചയേറിയ പടവാൾ ആർദ്രമായ മണിപ്പൊൻ വീണയായി മാറിയത്. പിന്നെ ഒരു പൂക്കാലമായിരുന്നു, ഒരിക്കലും വാടാത്ത, ഗന്ധമൊഴിയാത്ത ആയിരം മധുരഗാനങ്ങളുടെ പൂക്കാലം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. വയലാർ രാമവർമ്മ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ആ വസന്തകാലത്തിന്റെ തണലിൽ തന്നെയാണ് മലയാളികൾ ഇന്നും. എഴുത്തിന് പൂർണ്ണ വിരാമമിട്ട് അപ്രതീക്ഷിതമായി വയലാർ മടങ്ങിപ്പോയതൊരു ഒക്ടോബർ 27-നായിരുന്നു. അതിനുശേഷം 50 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. വയലാറില്ലാത്ത അരനൂറ്റാണ്ട്. വെള്ളാരപ്പള്ളി കേരളവർമ്മയ്ക്കും വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടിക്കും വൈകി പിറന്ന മകൻ. 1928 രാമവർമ്മ ജനിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ഇന്ദ്രജാലത്തിന്റെ കാലമാണ് വരാനിരിക്കുന്നതെന്ന് ആരറിഞ്ഞു? അച്ഛൻ മരിക്കുമ്പോൾ 3.5 വയസ്സായിരുന്നു വയലാറിന്. കാലങ്ങൾക്ക് ശേഷം ആത്മാവിലൊരു ചിത എന്ന കവിതയിൽ അച്ഛന്റെ മരണത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം കുറിച്ചിട്ടു. ആദ്യ കവിതാ സമാഹാരമായ പാദമുദ്രകളിലൂടെ രാമവർമ്മ തിരുമുൽപ്പാട് വയലാർ രാമവർമ്മയായി മാറി. മലയാള സാഹിത്യത്തിലെ ആധുനിക കവികളിൽ പ്രമുഖനായിരുന്നു വയലാർ. അശ്വമേധം, താടക എന്ന ദ്രാവിഡ രാജകുമാരി, എനിക്ക് മരണമില്ല, മുളങ്കാട്, അങ്ങനെ നിരവധി കവിതകൾ പിറന്നു. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ, ഇന്നും വിപ്ലവവേദികളിൽ ജ്വാലയായി മാറുന്ന വരികൾ. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനം എഴുതുമ്പോൾ 29 വയസ്സായിരുന്നു വയലാറിന്. കാലങ്ങൾ കടന്നുപോയി. ബാളല്ലൻ സമരായുധം എന്ന് കവി തിരിച്ചറിഞ്ഞ കാലം. മലയാള സിനിമയുടെ വസന്തകാലം. 20-ാം നൂറ്റാണ്ടിലെ മലയാള സിനിമയുടെ ഭാവുകത്വത്തെ തന്നെ മാറ്റിമറിച്ചത് വയലാറും സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്ററുമായുള്ള കൂട്ടുകെട്ടായിരുന്നു. അവരുടെ സൃഷ്ടികൾ വെറും പാട്ടുകളായിരുന്നില്ല, കവിത തുളുമ്പുന്ന ദാർശനിക ഗീതങ്ങളായിരുന്നു. പ്രണയത്തിനൊപ്പം ജീവിത ദർശനങ്ങളുടെയും തത്വചിന്തകളുടെയും അഗാധമായ സൗന്ദര്യം നിറഞ്ഞ വരികൾ കൊണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ സമൃദ്ധമായ കാലം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടി. ആ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഇന്നും മലയാള സിനിമയുടെ തിളക്കം മങ്ങാത്ത കാലമാണ്. ഓരോ പാട്ടും ഓരോ കവിതയാണ്, ഓരോ കവിതയും ഓരോ ജീവിത വീക്ഷണമാണ്. വയലാറിന്റെ പ്രണയഗാനങ്ങൾക്കൊപ്പമാണ് ഒരു കാലത്ത് മലയാളികൾ പ്രണയിച്ചിരുന്നത്. ജീവിതം ഒരു പെൻഡുലം പോലെ ആടുന്നു എന്ന് മറ്റൊരു പാട്ടിൽ എഴുതിയ അതേ കവി ഈ മനോഹര തീരത്തേക്ക് ഇനിയും ഒരു ജന്മം യാചിക്കുന്ന ദാർശനികനായും മാറി. പ്രകൃതിയും പ്രണയവും ഒന്നായി തീരുന്ന വയലാറിന്റെ ഇന്ദ്രജാലം. കായാമ്പൂ മിഴികളിൽ വിരിയുന്ന മാസ്മരികത. നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു എന്ന് അദ്ദേഹം എഴുതുമ്പോൾ അദൃശ്യമായ പ്രണയനൂലുകളാൽ ബന്ധിക്കപ്പെട്ടവരാണ് നാം. വയലാറിനെ കുറിച്ച് അറിഞ്ഞതും അറിയാത്തതുമായ ഒത്തിരി കഥകളുണ്ട്. യാത്രക്കിടെ സിഗരറ്റ് പാക്കറ്റിൽ വരികൾ കുത്തിക്കുറിച്ചത്, മലയാറ്റൂർ രാമകൃഷ്ണന്റെ വെല്ലുവിളി സ്വീകരിച്ച് മൃ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മൃണാളിനി എന്ന ഗാനം രചിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പങ്കുവെച്ച കഥകൾ തന്നെ ഏറെയാണ്. പഠനം പാതിയിൽ നിർത്തിയ പയ്യൻ, മീശ മുളയ്ക്കാത്ത പ്രായത്തിൽ 100 കണക്കിന് കവിതകൾ എഴുതിയതും പിന്നെ മലയാളത്തിന്റെ തണലായി വളർന്നു വന്നതും ഒരു നാടോടി കഥ പോലെ ഭംഗിയുള്ളതാണ്. പ്രണയത്തിനൊപ്പം വിരഹത്തിന്റെ മഹാസാഗരവും വയലാർ അക്ഷരങ്ങളിലൂടെ ഇറക്കി വെച്ചു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു എന്നെഴുതുമ്പോൾ തിരശീലയിലെ നായകൻ മാത്രമല്ല, കേട്ടുനിൽക്കുന്നവരുടെ ഓർമ്മകളും ആർദ്രമാകും. പ്രണയം നിരസിക്കപ്പെടുന്നതിന്റെ പരിഭവവും സങ്കടവും നിറഞ്ഞു തോൽപ്പോകും. നിന്നോട് മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു.
പുണ്യപാപ ചുമടുകളാം ഇരുമുടിക്കെട്ടുമേന്തി പൊന്നമ്പല നടയിറങ്ങാൻ വരുന്നു ഞങ്ങളെന്ന് എഴുതുമ്പോൾ അദ്ദേഹം ഭക്തനാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നെഴുതുമ്പോൾ ദാർശനികനും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രിയെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം കാമുകനാണ്. പിരിഞ്ഞു പോകും നിനക്കിനി യക്കത മറക്കുവാനേ കഴിയൂ എന്നെഴുതുമ്പോൾ ഹൃദയത്തിൽ മായാത്ത മുറിവുകൾ വീണ വിരഹി. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. വയലാറില്ലാത്ത 50 വർഷങ്ങൾ. അത്രയും കാലം കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ വരിയും പുതുമയോടെ നമ്മുടെ ചുണ്ടുകളിലും മനസ്സിലും തുളുമ്പുന്നുണ്ട്. എനിക്ക് മരണമില്ലെന്ന് എഴുതി വെച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ മനസ്സുകളിലേക്ക് പടരുന്ന വരികൾ ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്നു. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മ